കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളായിട്ടോ നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള കസ്റ്റമർ വന്നിട്ടുള്ള റെഫറൻസ് പിക്കാണ്. പണ്ടൊക്കെ ഉണ്ടല്ലോ ഫോണ്ടൻ ഫിഗർ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ബാലികേറാമലയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് കേക്ക് മേക്കേഴ്സ് ഒന്നും അന്ന് യൂട്യൂബിലില്ലായിരുന്നു. ഞാൻ പറയുന്നത് ഒരു 6-7 വർഷം മുമ്പത്തെ കാര്യമാണ് കേട്ടോ. അന്ന് ഫോണ്ടൻ ഫിഗർ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഫോണ്ടൻ ഫിഗർ എന്താണ്, ഗം പേസ്റ്റ് എന്താണ്, ഷുഗർ പേസ്റ്റ് എന്താണെന്നുള്ള യാതൊരു ധാരണയില്ലായിരുന്നു. ഇന്നാണ് അങ്ങനെയാണോ, നമുക്ക് ഇഷ്ടംവരെ കട്ടേഴ്സ് കിട്ടും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത് ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുണ്ടാവും. പണ്ടൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ വരണത് മൊത്തം ഈ ഫോറിനേഴ്സിൻ്റെ വീഡിയോസ് ആയിരുന്നു. അവരാണെങ്കിൽ ചടപടയെന്ന് പറഞ്ഞിട്ടാണ് ഓരോ സാധനം ചെയ്യണത്. ഒരു 150 വട്ടമെങ്കിലും നിർത്തി തുടങ്ങിയൊക്കെയാണ് അന്ന് ഫോണ്ടൻ ഫിഗറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ വലിയ പാടൊന്നുമില്ല. നമുക്ക് ഏകദേശം ഫിഗറൊക്കെ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണ് കണ്ണെന്നും മൂക്കെന്നും വാലെന്നും തലയിൽ തൊപ്പി എന്നുള്ളത് കൃത്യമായ ധാരണയുണ്ട്. ഇപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മടുപ്പുള്ള കാര്യമൊന്നും ഇല്ലായിരുന്നു. മൊത്തം ഒരു 6 ഉണ്ട ഉണ്ടാക്കുക, കണ്ണും മൂക്കും വയ്ക്കുക, പിരികം വരയ്ക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ചേർക്കും. ഇതാണ് കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട്